നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന SLC കെമിസ്ട്രി ചാപ്റ്റർ 2ൻ്റെ പാർട്ട് 5 വീഡിയോ ആണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ്, അതുപോലെ തന്നെ ഒരു ഗ്രാം അറ്റോമിക് മാസിൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും, അതായത് 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു നിർത്തി. ഇനി ഈ പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മോൾ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ പാർട്ടിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗ്രാം മോളിക്കുലർ മാസ്, അതുപോലെ തന്നെ STPയിലുള്ള ഒരു വാതകത്തിൻ്റെ, ഒരു ഗ്യാസിൻ്റെ വോളിയം എത്രയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളോടുകൂടി ഈ പാർട്ടിലൂടെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക്, അതായത് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം, പാർട്ട് 5 വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു 1 GAM എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് അതിൽ 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി 2 GAM ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അതിൽ 2 × 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ വേറൊരു പഠിച്ച കാര്യമാണ് 1 GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗ്രാമിലുള്ള അറ്റോമിക് മാസ് ആണെന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ സപ്പോസ് ഓക്സിജൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ 1 GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്സിജൻ ആറ്റം 1 GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ഗ്രാം ആയിരിക്കും 1 GAM വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഓക്സിജൻ 48 ഗ്രാം ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ 48 ഗ്രാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എത്ര GAM ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 48 ഡിവൈഡഡ് ബൈ 1 ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 GAM ആണ് 48 ഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 GAM ഓക്സിജൻ ആണ് 48 ഗ്രാം ഉണ്ടാവുക. ഓക്കെ, അതാണ് ഒരു GAMൻ്റെ ഐഡിയ നമ്മൾ തന്നിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോൾ എന്താണെന്നാണ്. ഒരു മോൾ, 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതൊരു കൺസെപ്റ്റ് തന്നെയാണ് GAM പോലെ തന്നെ. നമ്മൾ പറഞ്ഞു, നമ്മൾ റിലേറ്റീവ് ആപേക്ഷിക അറ്റോമിക മാസ് പഠിച്ചു, റിലേറ്റീവ് അറ്റോമിക് മാസ് പഠിച്ചു. അതിനെ ഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ, അതിനെ ഇൻ ഗ്രാംസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GAMലുള്ള ഒരു GAM കിട്ടും. ഓക്കെ, സപ്പോസ് ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്സിജനാണ് എടുത്തത്. ഓക്സിജൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് നമ്മൾ 16 ആണ്. അതിനെ തന്നെ നമ്മൾ ഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ 16 ഗ്രാം എന്ന് പറയും. അതിനെ 1 GAM എന്ന് പറയും. ഓക്കെ, അതിൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? 1 മോൾ എന്ന് പറയാം. അപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും കൂടെ പറയാം. അതായത് ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ഗ്യാസ് നമ്മൾ എടുത്തു, ആ ഗ്യാസിൽ 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? 1 മോൾ എന്ന് പറയും. അതായത് ഒരു ഗ്യാസിൽ അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസിന് തുല്യമായിട്ടുള്ള അളവിൽ ഗ്രാമിൽ എടുത്തു കഴിഞ്ഞാൽ ആ വാതകത്തിൽ 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? 1 മോൾ എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം നമ്മൾ നൈട്രജൻ അങ്ങനെയാണെങ്കിൽ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും? നമുക്കറിയാം 14 ഗ്രാം ആയിരിക്കും. അതിൽ എത്ര ആറ്റം ഉണ്ടായിരിക്കും? 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹീലിയം ആണെങ്കിൽ എത്രയായിരിക്കും? ഹീലിയം 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ഗ്രാംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സെയിം തന്നെ ആയിരിക്കും ആറ്റംസിൻ്റെ നമ്പർ ഉണ്ടായിരിക്കുക. അപ്പോൾ 1 മോൾ ഓഫ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതിൽ 6.022 × 10⁻23, അതായത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? 1 മോൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും കേട്ടോ. 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇനി ഏത് സോഡിയത്തിൻ്റെ ആണെങ്കിൽ 1 മോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് 23 ഗ്രാംസ് ആയിരിക്കും. സെയിം തന്നെ ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. 8 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്, അത് എത്ര മോളായിരിക്കും? ഹൗ മെനി മോൾസ് ആണ് ക്വസ്റ്റ്യൻ. 8 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോൾ ഉണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന വെയിറ്റ്, ഇതാണ് തന്നിരിക്കുന്ന വെയിറ്റ്. അപ്പോൾ മോൾ കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ
നമ്മൾ ഇക്വേഷൻ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വെയ്റ്റ്, ഓക്കെ, ഗിവൺ വെയ്റ്റ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ്റെ കേസിൽ ഗിവൺ വെയ്റ്റ് 8 ഗ്രാംസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ഗ്രാം അറ്റോമിക് മാസിൽ പറയുകയാണെങ്കിൽ 1 ഗ്രാം ആണ്. അപ്പോൾ എത്ര കിട്ടി, 8 മോളാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ആറ്റം നമുക്ക് എടുക്കുക. തൽക്കാലം ഒരു ഏത് ആറ്റം എടുക്കുക, നമുക്ക് ഓക്കെ സോഡിയം തന്നെ എടുക്കാം. സോഡിയം 46 ഗ്രാം സോഡിയം ഉണ്ട്. ഓക്കെ, അത് എത്ര മോളാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗിവൺ വെയിറ്റ് ഡിവൈഡ് ബൈ 1 GAM ചെയ്ത് കഴിഞ്ഞാൽ എത്ര മോളാണെന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഗിവൺ വെയിറ്റ് 46 ഡിവൈഡ് ബൈ സോഡിയത്തിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്, 23 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 46/23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മോളിന് ആൻസർ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് മോൾ കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് മോൾ കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത്, ഒരു കൺസെപ്റ്റ് പറയാനുള്ളത് ഗ്രാം, അതുപോലെ മോളിക്കുലാർ മാസാണ്. നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് പറഞ്ഞില്ലേ, അതുപോലെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാം മോളിക്കുലാർ മാസ് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ, ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാം മോളിക്കുലർ മാസാണ് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എന്താണ് മോളിക്കുലർ മാസ് എന്നുള്ളത് പറഞ്ഞുതരാം. മോളിക്കുലർ മാസ് തന്മാത്രയുടെ ഭാരമാണ് ഉദ്ദേശിക്കുന്നത്. മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ ഇതുവരെ ആറ്റംസിനെ പറ്റിയിട്ടല്ലേ പഠിച്ചു, ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ, ഹീലിയം, ഹൈഡ്രജൻ, ഇതാണ് പഠിച്ചത്. ഇതൊക്കെ എന്തായിരുന്നു, ആറ്റംസ് ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോളിക്യൂൾസിനെ പറ്റിയിട്ടാണ്. മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ സാധാരണ O2 എന്നാണ് എഴുതുക, നൈട്രജൻ മോളിക്യൂൾ N2 എന്നാണ് എഴുതുക, ഹീലിയം മോളിക്യൂളായിട്ട് സാധാരണ രീതിയിൽ കാണില്ല. അപ്പോൾ ഹീലിയത്തിൻ്റെ എഴുതില്ല, ഹൈഡ്രജൻ എന്ത് എഴുതും, H2 എന്നുള്ള രീതിയിൽ എഴുതും. ഇതൊക്കെ എന്താണ്, മോളിക്യൂൾസ് ആണ്. അതായത് ആറ്റംസ് ചേർന്നിട്ടാണല്ലോ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊക്കെ മോളിക്യൂൾസ് എന്ന് പറയും. അതുപോലെ H2O എന്താണ്, ഒരു മോളിക്യൂളാണ്, അതിൽ ഒന്നിലധികം ആറ്റങ്ങളുണ്ട്. അപ്പോൾ H2O മോളിക്യൂളാണ്. അമോണിയ NH3 മോളിക്യൂളാണ്, NH3, അതുപോലെ CH4, മീഥേൻ, അതൊക്കെ മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒന്നിലധികം ആറ്റംസ് ഉള്ളതിനെ എന്ത് പറയും, നമ്മൾ മോളിക്യൂൾ എന്ന് പറയും. അപ്പോൾ ഇതുപോലെ മോളിക്യൂൾസിനും എന്തുണ്ട്, മാസ് ഉണ്ട്. അപ്പോൾ മോളിക്കുലർ മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഗ്രാം അറ്റോമിക് മാസിൻ്റെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ മോളിക്കുലർ മാസും ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സപ്പോസ് ആദ്യം തന്നെ നമുക്ക് വാട്ടർ എടുക്കാം. H2O എടുത്തു. H2Oയുടെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റോമിക് മാസ് ഇല്ലേ, അത് ആഡ് ചെയ്താൽ മതി. അതായത് അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ചെയ്താൽ മതി. ഓക്സിജൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലർ മാസ് കിട്ടും. അതായത് നോക്കുക, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന് നമുക്കറിയാം, 1 ആണെന്നറിയാം. ഓക്കെ, ഹൈഡ്രജൻ്റെ 1 ആണെന്നറിയാം. അപ്പോൾ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ 1 × 2 ചെയ്യുക, പ്ലസ് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ, അത് നമുക്ക് എത്രയാണെന്ന് അറിയാം, 16 ആണെന്നറിയാം. അപ്പോൾ എത്ര കിട്ടി, 16ഉം പ്ലസ് 2 നമുക്ക് എത്ര കിട്ടി, 18 എന്ന് കിട്ടി. ഇതാണ് വാട്ടറിൻ്റെ മോളിക്കുലർ മാസ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോളിക്കുലർ മാസിന് നമുക്ക് എന്തെടുക്കാം, CH4 എടുക്കാം, മീഥെയിൻ എടുക്കാം. മീഥെയിൻ അതിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കാർബണിൻ്റെ എത്രയാണ്, കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ആണ്, അത് നമുക്കറിയാം. ഹൈഡ്രജൻ്റെ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ പ്ലസ് 1 × എത്ര ഹൈഡ്രജൻ ആയിട്ടുണ്ട്, 4. അപ്പോൾ എത്ര കിട്ടി, 12 + 4 16 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ മോളിക്കുലർ മാസ് 16 ആണ്. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഏതാ ചെയ്യേണ്ടത്, ഓക്കെ, നമുക്ക് H2SO4 എടുക്കാം. H2SO4 എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഹൈഡ്രജൻ 2 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, 1 × 2 ചെയ്യാം, പ്ലസ്
സൾഫറിൻ്റെ ആറ്റോമിക് മാസ് അറിയോ? സൾഫറിൻ്റെ ആറ്റോമിക് മാസ് 32 ആണ്. അപ്പോൾ സൾഫറിൻ്റെ 32 ഇട്ടു. പ്ലസ് ഓക്സിജൻ്റെ നമുക്കറിയാം 16 ഇൻറ്റു 4 ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? 2 പ്ലസ് 32 പ്ലസ് 16 ഇൻറ്റു 4 എത്രയാണ്? 64 വരിക. അപ്പോൾ 64ഉം 32ഉം 2ഉം എത്ര വരിക? 64 പ്ലസ് 32 പറഞ്ഞു കഴിഞ്ഞാൽ 96 പ്ലസ് 2 പറഞ്ഞു കഴിഞ്ഞാൽ 98. അപ്പോൾ 98 ആണ് അതിൻ്റെ മോളിക്കുലർ മാസ് വരിക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വന്ന കാര്യം ഗ്രാം മോളിക്കുലർ മാസ് ആണ് പറയാൻ വരുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് പറയും? ആറ്റോമിക് മാസ് പറഞ്ഞ പോലെ ഇതിന് മോളിക്കുലർ മാസ് എന്ന് പറയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാം മോളിക്കുലർ മാസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അറ്റോമിക് മാസിൻ്റെ അത്രയും ഗ്രാമിൽ നമ്മൾ ആ എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ മോളിക്കുലർ മാസിൻ്റെ ഈക്വൽ എമൗണ്ടിൽ അത് ഗ്രാമിലെടുക്കുക. ഈക്വൽ എമൗണ്ട് തുല്യ എമൗണ്ട് ഇൻ ഗ്രാംസിലെടുക്കുക. അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും? 1 GMM എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതി നോക്കാം. എഴുതി നോക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് കാര്യം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഓക്സിജൻ മോളിക്യൂൾ എടുക്കാം. ഓക്സിജൻ മോളിക്യൂൾ അവർക്കറിയാം O2 ആണ്. അപ്പോൾ O2ൻ്റെ മോളിക്കുലർ മാസ്, ഇവിടെ മോളിക്കുലർ മാസ് നമ്മൾ എഴുതുന്നുണ്ട്. മോളിക്കുലർ മാസ് ഇവിടെ GMM-ലുള്ള എണ്ണം. ഓക്കെ, അപ്പോൾ O2ൻ്റെ മോളിക്കുലർ മാസ് നമുക്കറിയാം 16 ഇൻറ്റു 2 ആണ് വരിക. അപ്പോൾ 32 ആണ് വരിക. ഇനി ഇവിടെ നമുക്ക് ഇൻ ഗ്രാംസ് എഴുതാം, ഗ്രാമിലുള്ള മാസ്. അപ്പോൾ 32നെ ഗ്രാമിലാക്കി കഴിഞ്ഞാൽ 32 ഗ്രാമാണ് വെയിറ്റ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? 1 GMM എന്ന് പറയും ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. ഇതിനെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയും. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം ഗ്രാം അറ്റോമിക് മാസ് ആണ്, തെറ്റരുത് കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ എഴുതാം. നൈട്രജൻ്റെ നമുക്കറിയാം 14 ഇൻറ്റു 2 28 വരിക. ഇൻ ഗ്രാംസിൽ 28 ഗ്രാം എന്ന് എഴുതി. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? 1 GMM എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത വേണമെങ്കിൽ നമുക്ക് H2O എന്ന് എഴുതാം. H2Oൻ്റെ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ 2, ഓക്സിജൻ 16. അപ്പോൾ 18 നമ്മൾ ടോട്ടൽ വരിക. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇൻ ഗ്രാംസിൽ നമ്മൾ എന്ത് എഴുതി? 18 ഗ്രാം എന്ന് എഴുതി. അപ്പോൾ ഇതിനെ 1 മോളിക്കുലർ മാസ് ഓഫ് ഹൈഡ്രജൻ വാട്ടർ എന്ന് പറയും. ഓക്കെ, ഇനി ഇതിൽ എത്ര മോളിക്യൂൾ ഉണ്ടാവും? നമ്മൾ നേരത്തെ അവിടെ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കിയില്ലേ? അതുപോലെ ഇവിടെ എത്ര മോളിക്യൂൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യം. ഓക്കെ, ഇവിടെ എത്ര മോളിക്യൂൾ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കണം. നേരത്തെ അവിടെ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് പറയും? 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ടെന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടെന്ന് പറയാം. O2 മോളിക്യൂൾ ഇവിടെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ 6.022 ഇൻറ്റു 10⁻23 N2 മോളിക്യൂളാണ്, നൈട്രജൻ മോളിക്യൂളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. മോളിക്യൂൾസ് ഉണ്ട്, അത്രയും തന്മാത്രകളുണ്ട്. ഇവിടെയും സെയിം തന്നെ വാട്ടറിൻ്റെ H2Oൻ്റെ തന്മാത്രകൾ അത്രയും തന്നെ ഉണ്ടായിരിക്കും, അത്രയും മോളിക്യൂൾസ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പറയാവുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ മോൾ കൺസെപ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1 GAM തന്നെയാണ് ഒരു മോൾ എന്ന് പറഞ്ഞു. ഒരു മോൾ ഓഫ് അവിടെ ആറ്റത്തിനെ പറ്റി പറഞ്ഞു, ഇവിടെ നമ്മൾ മോളിക്യൂളിനെ പറ്റി പറഞ്ഞു. അതായത് ഒരു GMM എന്ന് പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ ഒരു GMM ഓക്സിജൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഓക്സിജൻ മോളിക്യൂൾ ഉണ്ട്. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയാം. നേരത്തെ അവിടെ 1 മോൾ ഓക്സിജൻ ആറ്റം ആയിരുന്നു. അപ്പോൾ O2 എന്ന് എഴുതില്ല, നമ്മൾ ഓക്സിജൻ എന്ന് മാത്രമേ എഴുതുള്ളൂ. ഓക്കെ, ഇത് 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ എന്ന് എഴുതണം. ഓക്കെ, അത് എത്ര ഗ്രാം ആയിരിക്കും? 32 ഗ്രാം ആയിരിക്കും 1 മോൾ ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ആറ്റം ആയിരുന്നു, ഇവിടെ മോളാണ്. അപ്പോൾ 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മോൾ കൺസെപ്റ്റ്. മോളും ആറ്റം മോൾ കൺസെപ്റ്റിൽ അത്രയാണുള്ളത്. അപ്പോൾ ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം, അത് എഴുതുമ്പോൾ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു എക്സാമ്പിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ
54 ഗ്രാം വാട്ടർ മോളിക്യൂൾ ഉണ്ട്. 54 ഗ്രാം വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്, അത് എത്ര മോളാണെന്നാണ് ക്വസ്റ്റ്യൻ. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക, മോളിൻ്റെ നമ്പർ ഓഫ് മോളിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക, എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മോളിക്യൂളാണ്, അപ്പോൾ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, എന്ത് ചെയ്താൽ മതി, ഗിവൺ വെയ്റ്റ് ഇൻ ഗ്രാംസ് ആണ് കേട്ടോ, വെയ്റ്റ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളിക്യൂൾ ആയതുകൊണ്ട് നമ്മളവിടെ നേരത്തെ എന്ത് ചെയ്തു, 1 GAM എന്നാണ് എഴുതിയത്. ഇവിടെ എന്ത് എഴുതണം, 1 ഗ്രാം മോളിക്യുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും, ഗിവൺ വെയ്റ്റ് 54 ഗ്രാം ആണ്. 1 ഗ്രാം മോളിക്യുലർ മാസ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഗ്രാമാണ്, നമ്മൾ പറഞ്ഞു H2O എന്നാണുള്ളത്. അപ്പോൾ എന്ത് വരും, ഹൈഡ്രജൻ്റെ 2 × 1 + 18 ഗ്രാമാണ് 1 GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് 1 GMM. അങ്ങനെയാണെങ്കിൽ 54 ഗ്രാം ഡിവൈഡഡ് ബൈ 1 GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ഗ്രാമാണ്. അപ്പോൾ 54 ഡിവൈഡഡ് ബൈ 18 എത്ര വരും, ഓക്കെ ഐ തിങ്ക് ഇറ്റ് ഈസ് 3 മോൾസ് ഓഫ് വാട്ടർ എന്ന് വരും, H2O എന്ന് വരും. അതായത് 3 മോള് H2O മോളിക്യൂൾസ് ആയിരിക്കും 54 ഗ്രാം എന്തിലുണ്ടായിരിക്കുക, നമ്മുടെ വാട്ടറിൽ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ എന്ത് കൺസെപ്റ്റ് വരുന്നത്, മോൾ കൺസെപ്റ്റും അതുപോലെ തന്നെ ഗ്രാം മോളിക്യുലർ മാസിൻ്റെ കൺസെപ്റ്റും വരുന്നത്. ഇനി അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു കാര്യമുണ്ട്, അതായത് വോളിയം എത്രയായിരിക്കും, 1 മോൾ വാതകത്തിൻ്റെ, വാതകം എന്ന് ഉദ്ദേശിക്കുന്ന ഗ്യാസിൻ്റെ വോളിയം, അതായത് വ്യാപ്തം എത്രയായിരിക്കും എന്നാണ് അടുത്തൊരു കൺസെപ്റ്റ് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കാം. അത് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്കൊരു കാര്യം ഇതിൽ കേൾക്കാൻ സാധ്യതയുള്ളതാണ് STP എന്നുള്ളത്. STP എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം 273 കെൽവിൻ, എത്ര ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ പ്രഷർ 1 ATM പ്രഷർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് 0 ഡിഗ്രി സെൽഷ്യസ്, അതായത് 273 കെൽവിനും അതുപോലെ 1 ATM പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക, STP എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം 1 മോൾ ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും അതിൽ 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. അറിയാലോ, ഏത് വാതകം എടുത്താലും ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, എല്ലാത്തിലും ഒരേ അളവ് ആറ്റംസാണ് ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു പാത്രത്തിൽ നിറച്ചു, അങ്ങനെയാണെങ്കിൽ എല്ലാത്തിലും ഒരേ അളവാണുള്ളത്, ഏത് ഗ്യാസ് എടുത്താലും സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഏത് വാതകം, ഓക്സിജൻ എടുത്താലും നൈട്രജൻ എടുത്താലും അതൊക്കെ എത്ര ഉണ്ടാവുള്ളൂ, 1 മോൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഒരേ ആറ്റം ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോള്യം, അതായത് വ്യാപ്തം എന്തായിരിക്കും, തുല്യമായിരിക്കും. അതായത് 1 മോൾ ഏത് വാതകവും STPയിൽ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കുള്ളൂ, അതിൽ ഇത്രയും ആറ്റം ഉണ്ടായിരിക്കുള്ളൂ, 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കുള്ളൂ. അതിൻ്റെയൊക്കെ വ്യാപ്തം എന്തായിരിക്കും, തുല്യമായിരിക്കും. അങ്ങനെ വ്യാപ്തം മെഷർ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 1 മോൾ വാതകത്തിൻ്റെ വ്യാപ്തം 22.4 ലിറ്റർ ആണെന്നാണ് കിട്ടുക. അതാണ് നമ്മൾ അടുത്ത പഠിക്കുന്ന കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഏത് വാതകവും നമ്മൾ STPയിൽ എടുക്കുകയാണെങ്കിൽ അത് 1 മോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 22.4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുക, അത് എഴുതിയിട്ടുണ്ട്. 1 mol of any gas under the same conditions of temperature and pressure will contain same number of molecules and hence their volume will also be the same. This is called molar volume of the gases. ഇതിനെയാണ് നമ്മൾ മോളാർ വോളിയം ഓഫ് ദ ഗ്യാസസ് എന്ന് പറയുക. അപ്പോൾ ഈ വോളിയം എത്രയായിരിക്കും, അതായത് STPയിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 22.4 ലിറ്റർ ആയിരിക്കും. ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും, ഓക്സിജൻ 1 മോൾ എടുത്തു കഴിഞ്ഞാലും നൈട്രജൻ 1 മോൾ എടുത്തു കഴിഞ്ഞാലും ഏതെടുത്തു കഴിഞ്ഞാലും അതെന്തായിരിക്കും, 22.4 ലിറ്റർ ആയിരിക്കും.
അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഓക്സിജൻ്റെ എക്സാമ്പിളിൽ തന്നെ എടുക്കാം. O2 മോളിക്യൂളാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്ര ഗ്രാം ഉണ്ടായിരിക്കും? 32 ഗ്രാം ഉണ്ടായിരിക്കും. അതിന് നമ്മൾ 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയും. അതിൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അത്രയും മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് എത്ര ലിറ്റർ ആയിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. എന്തിൽ? STPയിൽ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോളിക്യൂൾസിന് മാത്രമാണ് ബാധകം. ഓക്കെ, അതായത് അത്രയും മോളിക്യൂൾ 6.022 × 10⁻23 മോളിക്യൂൾസിന് മാത്രമാണ് ഇത് ബാധകം. ആറ്റംസ് അല്ല പറയുന്നത്, മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. അത്രയും മോളിക്യൂൾസിൻ്റെ വോളിയം ആണ് എന്ത് പറയുന്നത്? 22.4 ലിറ്റർ എന്ന് പറയുന്നത് അത്രയും വോളിയം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നൈട്രജൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. നൈട്രജൻ ആണെങ്കിൽ 28 ഗ്രാമാണ് വരിക. 1 മോൾ നൈട്രജൻ മോളിക്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തന്നെ 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അതും എത്ര ലിറ്റർ തന്നെ ആയിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും അതിൻ്റെ വോളിയം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു വാതകം ഓക്സിജൻ ഗ്യാസ് അത് STPയിൽ എടുത്തപ്പോൾ അതിൻ്റെ വ്യാപ്തം മെഷർ ചെയ്ത് നോക്കി, വോളിയം മെഷർ ചെയ്ത് നോക്കിയപ്പോൾ 44.8 ലിറ്ററാണ് കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എത്ര മോളായിരിക്കും? ഹൗ മെനി മോൾസ്? അതുപോലെ തന്നെ അത് എത്ര ഗ്രാം ആയിരിക്കും? ഓക്കെ, ഇൻ ഗ്രാംസും കൂടെ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? STPയിലാണ് തന്നിട്ടുണ്ട്, ഓക്സിജൻ മോളിക്യൂളാണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം STPയിൽ ഒരു വാതകം 1 മോൾ എടുത്തു കഴിഞ്ഞാൽ അത് എത്ര ഉണ്ടാവുള്ളൂ? 22.4 ലിറ്ററാണ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എത്ര മോൾ ഉണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഗിവൺ ലിറ്ററിനെ 44.8 ലിറ്ററിനെ 22.4 ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 22.4ൻ്റെ ഇരട്ടിയല്ലേ 44.8 എന്ന് പറഞ്ഞാൽ. അതായത് 2 വോളിയംസ് ആണ് ഉണ്ടാവുക. അതായത് ഇതെന്തായിരിക്കും? 2 മോളായിരിക്കും വാതകം ഉണ്ടായിരിക്കുക. 2 മോൾ ഓക്സിജൻ മോളിക്യൂളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ഗ്രാമിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ ഗ്രാംസ് എങ്ങനെ എഴുതാൻ പറ്റും? 1 മോൾ ഓക്സിജൻ മോളിക്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് 32 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 2 മോൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 2 × 32 ഗ്രാമാണ് വരിക. അപ്പോൾ 64 ഗ്രാം ഓക്സിജനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മുടെ STPയിൽ ഒരു വാതകത്തിൻ്റെ വോളിയം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോൾസ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഗ്രാംസും, അതായത് എത്ര ഗ്രാം ഉണ്ടെന്നൊക്കെ ഈ രീതിയിലാണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇതിൽ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അഡീഷണലായിട്ട് പ്രോബ്ലംസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.